ഇന്ന് എല്ലാവർക്കും നോൺ കോഡിങ് IT ജോബ്സിനോടാണ് താല്പര്യം. അപ്പം അത്തരത്തിലുള്ള ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള രണ്ട് റോൾസാണ് ഡേറ്റ അനലിസ്റ്റും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും. ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനെ ഷേപ്പ് ചെയ്യുന്നതിനും പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിലും ഈ രണ്ട് ജോബ് റോളിനും പിവട്ടലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഡേറ്റ അനലിറ്റിക്സും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും തമ്മിൽ എന്ത് കമ്പാരിസനാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നിക്കുക? രണ്ടും നോൺ കോഡിങ് ആയിട്ടുള്ള ജോബ് റോൾസ് എന്ന ഏറ്റവും വലിയ കമ്പാരിസൺ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു ഡേറ്റ അനലിസ്റ്റ് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഡേറ്റ സെറ്റ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൽ നിന്നും ആക്ഷനബിൾ ഇൻസൈറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്ത് ഈ ഇൻസൈറ്റ്സ് വെച്ചാണ് കമ്പനി സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുന്നതും പ്രോസസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതും പുതിയ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് തിരിച്ചറിയുന്നതെല്ലാം. അതേസമയം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ റിലയബിളും ഫങ്ഷണലും യൂസർ ഫ്രണ്ട്ലിയും ആണോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് എൻഡ് യൂസറിൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പുള്ള ക്വാളിറ്റി ഗ്യാറ്റ് കീപ്പേഴ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് നമുക്ക് പറയാം. IT ഇൻഡസ്ട്രിയിലേക്ക് പുതുതായിട്ട് വരുന്നവർക്ക് മാത്രമല്ല, ഇൻഫോംഡ് ആയ കരിയർ ഷിഫ്റ്റ്സ് ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിനും ഈ മേഖല ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഞാൻ രണ്ടിനെക്കുറിച്ചൊരു കോംപ്രിഹെൻസീവ് കമ്പാരിസനാണ് നൽകാൻ പോകുന്നത്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, കരിയർ പാത്സ് എന്താണ്, ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്താണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, സാലറി കൺസിഡറേഷൻസ് എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കഴിയുമ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ രണ്ട് ജോബ് റോഡും തമ്മിലുള്ളൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് കരിയർ പാത്ത് തിരഞ്ഞെടുക്കുന്ന ഡീപ്പർ ലെവലിലുള്ളൊരു ക്ലാരിറ്റി ലഭിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. എഡ്യൂലൈനിൻ്റെ എയിം ചെയ്യുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ളൊരു കരിയർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചാനൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. ഇതിനുമുമ്പുള്ള പല വീഡിയോയിലും ഡേറ്റ അനലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയാം, ഒരു ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽ ഡിറ്റക്റ്റീവ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് ഒരുപാട് റോ ഡേറ്റയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്മാർട്ടർ ബിസിനസ് ഡിസിഷൻ സഹായിക്കുന്ന പാറ്റേൺസും കോറിലേഷൻസും ഇൻസൈറ്റ്സും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരാൾ. ഇവർ വെറുതെ നമ്പേഴ്സ് വെച്ച് പണിയെടുക്കുക മാത്രമല്ല, മറിച്ച് കോംപ്ലക്സ് ഡേറ്റ സെറ്റ്സിന് എക്സിക്യൂട്ടീവ്സിനും മാനേജേഴ്സിനും മനസ്സിലാകുന്ന രീതിയിൽ ഈസിലി കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇ-കൊമേഴ്സ് കമ്പനിയിലൊരു ഡേറ്റ അനലിസ്റ്റ് പർച്ചേസ് ഹിസ്റ്ററീസ്, യൂസർ എൻഗേജ്മെൻറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പെർഫോമൻസ് ഒക്കെ പഠിച്ചിട്ട് എമേർജിങ് ട്രെൻഡ്സ് മനസ്സിലാക്കി കമ്പനിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ഡേറ്റ അനലിസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഈ ഇൻസൈറ്റ്സ് ആണ് പ്രൊഡക്റ്റ് ലോഞ്ചസിനും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനും കസ്റ്റമർ റിട്ടൻഷൻ എഫേർട്സിനും ഒക്കെ ഉപയോഗിക്കുന്നത്. കൂടാതെ ഡേറ്റ അനലിസ്റ്റ് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് തുടങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റ്സുമായി കൊളാബറേറ്റ് ചെയ്യാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടീസ് മാത്രമല്ല, നല്ല കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കൂടിയൊക്കെ വേണം. ഈ ടെക്നിക്കൽ അനാലിസിസ്, സ്ട്രാറ്റജി തിങ്കിങ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നിവയെല്ലാം ഒന്നിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റോള് ഇൻ്റലക്ച്വലി കുറച്ചുകൂടി ചലഞ്ചിങ് ആണ്, കൂടാതെ ഹൈലി ഡിമാൻഡിങ്ങും ആണ്. ഇപ്പം എല്ലാ ഓർഗനൈസേഷനിലും കറൻ്റ്ലി ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഡേറ്റ അനലിസ്റ്റിൻ്റെ റോൾസും എല്ലാ കമ്പനീസും റീസെൻ്റ്ലി കണ്ടുവരുന്നുണ്ട്. മറു സൈഡിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ടെക്നോളജി ലോകത്ത് അവർക്ക് വളരെ ക്രിട്ടിക്കലായ എന്നാൽ തികച്ചും ഡിഫറൻ്റായ റോളാണുള്ളത്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഗാർഡിയൻസായി ആണ് നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇവർ ബേസിക്കലി ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, യൂസർ ഫ്രണ്ട്ലി ആണോ, അതുപോലെ ബിസിനസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇവർ വിശദമായി ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇവർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ് മുതൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. തുടക്കത്തിലെ ഡിസൈൻ ഡിസ്കഷൻസ് മുതൽ സോഫ്റ്റ്വെയറിൻ്റെ റിലീസിൻ്റെ ശേഷമുള്ള മെയിൻ്റെനൻസ് വരെ ഇവർക്ക് ക്രിറ്റിക്കലായിട്ടുള്ള ജോബ് ചെയ്യാനുണ്ട്. ഇതിൽ വരുന്ന ബഗ്സ്, ഡിഫക്ട്സ്, പിന്നെ പൊട്ടൻഷ്യൽ സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് എന്നെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യും റെക്ടിഫൈ ചെയ്യേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഈ റോളിന് കൂടുതൽ മെത്തഡോളജിക്കൽ അപ്രോച്ച് ആണ് കൂടുതലായിട്ട് വേണ്ടത്. കാരണം ഒരു സോഫ്റ്റ്വെയർ സാധാരണഗതിയിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മാത്രമല്ല, അതിലുപരി ആരും പ്രതീക്ഷിക്കാത്ത എഡ്ജ് കേസസിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി ടെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റർ എന്തായാലും ട്രാൻസാക്ഷൻ ഫ്ലോസ്, എറർ ഹാൻഡ്ലിംഗ്, യൂസർ ഇൻ്റർഫേസ്, കൺസിസ്റ്റൻസി, സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് എന്നിവയെല്ലാം ചെക്ക് ചെയ്യും. ഇതെല്ലാം ഒരു സ്മൂത്തർ എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് സാധാരണയായി ഡെവലപ്പേഴ്സ്, പ്രൊഡക്റ്റ് മാനേജേഴ്സ്, പിന്നെ പ്രൊജക്റ്റിൻ്റെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നിവരെ ചേർന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ടെക്നിക്കൽ ഡെവലപ്മെൻറ്റും എൻഡ് യൂസർ സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നതും സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സാണ്.
ഈ ഒരു റോളിന് നല്ല അറ്റൻഷൻ ടു ഡീറ്റെയിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പേഷ്യൻസ്, പ്രോബ്ലം ഡിസ്കവറി, ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഒക്കെ വേണം. നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ ജോബ് റോളെന്നും ഡേറ്റ അനലിസ്റ്റ് ജോബ് റോളെന്നൊക്കെ മനസ്സിലാക്കി നമുക്കിത് തമ്മിലുള്ള എസെൻഷ്യൽ സ്കിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു നല്ല ഡേറ്റ അനലിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ്, അനലിറ്റിക്കൽ തിങ്കിങ്, ബിസിനസ് അവയർനെസ് എന്നെല്ലാം അടങ്ങിയ ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കണം. ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടി SQL, പൈതൺ, R, ദെൻ എക്സൽ, ടാബ്ലോ അല്ലെങ്കിൽ അതുപോലത്തെ ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് എന്ന പ്രൊഫഷൻസ് അത്യാവശ്യമാണ്. ഈ ടെക്നിക്കൽ സ്കിൽസ് കൂടാതെ കിട്ടുന്ന റിസൾട്ട്സ് ശരിയായി ഇൻ്റർപ്രറ്റ് ചെയ്യാനും നമ്മുടെ കൺക്ലൂഷൻസ് റിലയബിൾ ആണെന്ന് ഉറപ്പിക്കാനും വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സിലും പ്രോബബിലിറ്റിയിലും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൂടി അവർക്ക് അത്യാവശ്യമായിട്ട് വേണം. ഒരു അനലിസ്റ്റ് എന്ന നിലയിലുള്ള വാല്യൂ എന്തായാലും കറക്റ്റ് ആവുന്നത് നമ്മുടെ ഇൻസൈറ്റ്സ് നോൺ ടെക്നിക്കൽ എക്സ്പെർട്ടീസുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ കഴിയുമ്പോഴാണ്. വെറുതെ റോ നമ്പേഴ്സ് കാണിക്കുന്നതിന് പകരം സ്റ്റോറി പറയുന്നത് പോലെ ക്ലിയർ വിഷ്വലൈസേഷൻസ്, ഇൻറ്ററാക്റ്റീവ് ഡാഷ്ബോർഡ്സ്, കൺസൈറ്റ് റിപ്പോർട്ട്സ് എന്നിവ ഉണ്ടാക്കുന്നതും ഈ സ്കിൽസിൽ പെടുന്നതാണ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇവിടെ വളരെ ക്രിട്ടിക്കലാണ്. കാരണം ഡേറ്റ അനാലിസിൽ ചെറിയ എറേഴ്സ് പോലും ഇൻകറൻറ്റ് കൺക്ലൂഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ പ്രധാനപ്പെട്ട ബിസിനസ് ഡിസിഷനെയും വളരെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. ഇനി ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ലീഡർഷിപ്പ് സ്കിൽസ്, മാനേജർ സ്കിൽസ്, ടീം ബിൽഡിംഗ് സ്കിൽസ് തുടങ്ങി ഒരുപാട് സോഫ്റ്റ് സ്കിൽസും ആവശ്യമാണ്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് സ്കിൽ നോക്കാം. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതാണ് അവരുടെ പ്രധാന ജോലി എന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്നതിലും നല്ല പങ്കുണ്ട്. കാരണം ഒരു ക്ലയൻറ്റ് ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും കസ്റ്റമർ ഫോർ ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ കമ്പനീനെ പൂട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. മാനുവൽ ടെസ്റ്റിങ്ങിലാണ് പലരും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പേഷ്യൻസിന് വേണ്ട ആവശ്യമുണ്ട്. ആളുകൾ എങ്ങനെയായിരിക്കും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ചിലപ്പോൾ നമ്മളൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു വേൾപൂൾ എന്ന കമ്പനിയിലെ ഒരു വാഷിംഗ് മെഷീൻ നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് അവർ ലസ്സി കടയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെന്നുള്ളത്. അതുപോലെ ഗോദ്രേജിൻ്റെ ഡൈ വേറെന്തോ പർപ്പസിന് ഉപയോഗിച്ചെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. മാനുവൽ ടെസ്റ്റിങ്ങിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട, ലോജിക്കലായിട്ട് പ്രോബ്ലം കണ്ടെത്താനുള്ള തോട്ട് പ്രോസസ് മാത്രം ഉണ്ടാകാൻ മതി. എന്തെങ്കിലും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വരുമ്പം സെലീനിയം, QTP, ജിറ, ലോഡ് റണ്ണർ, പ്ലേ റൈറ്റ് പോലുള്ള ടൂൾസൊക്കെ നല്ലപോലെ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. പലപ്പോഴും അവർക്ക് ടെസ്റ്റിംഗ് ഫ്രെയിം വർക്ക്സ് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പം പിന്നെ ഒരു കോഡൊക്കെ എഴുതാനുള്ളൊരു ബേസിക് അവയർനെസ്സും ഒരു നോളജൊക്കെ അവർക്ക് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. ഇപ്പം പലപ്പോഴും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ടൂൾസ് ബേസ്ഡ് ഓട്ടോമേഷൻ ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽസും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളും API കുറിച്ചുള്ള പരിചയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ടെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ സോഫ്റ്റ് സ്കില്ലായിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ടെസ്റ്റ് പ്ലാൻസും ടെസ്റ്റ് കേസസ് കണ്ടെത്തുന്ന ബഗ്സുകളെ കുറിച്ച് റിപ്പോർട്ട്സും ഒക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റത്തുള്ളൂ. മാനുവൽ ടെസ്റ്റിംഗ് പലപ്പോഴും ബോറിംഗ് ആണ്, റിപ്പീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യേണ്ടി വന്നിരിക്കും. അപ്പം അത് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന വേറൊരു സ്കില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ യാതൊരു കുഴപ്പവും ഇല്ലാതെ സ്റ്റേബിളായി പ്രവർത്തിക്കാൻ, ആളുകൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റാനും മാറുകയും ചെയ്യുമ്പോഴാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമൊക്കെ കിട്ടുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസിക്കലി രണ്ടുപേർക്കും ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ അനലിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനും ഒക്കെ നിങ്ങൾക്ക് പഠിച്ചെടുത്ത് ജോലിക്ക് കയറാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പാരനൊരു ഡിഗ്രി മാത്രം പോലെ നേരത്തെ പറഞ്ഞ സ്കിൽസ് ഡെഫിനറ്റ്ലി അക്വയർ ചെയ്യണം. അതിനായിട്ട് പ്രാക്ടിക്കലായിട്ട് പ്രൊജക്ട്സ് ചെയ്യണം. മെഡ്യൂൾ ലേണിങ്ങിൻ്റെ ഡേറ്റ അനലിറ്റിക്സ് പ്രോഗ്രാമിൽ 62 പ്രൊജക്ട്സ് ആണുള്ളത്. ഈ 62 പ്രൊജക്ട്സ് 6 മാസം കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്കിൽഡ് ആവും. അപ്പം അതല്ലാതെ എക്സ്ട്രാ പ്രൊജക്ട്സൊക്കെ കാലിബറുള്ള കുട്ടിക്ക് നൽകുന്നുണ്ട് നമ്മൾ. അപ്പം ഡേറ്റ അനലിസ്റ്റിന് ലാസ്റ്റ് വീക്ക് 7 lakhs ജോബ് റോളുള്ള ഒരു കുട്ടിക്കാരൻ ബാംഗ്ലൂരിൽ പ്ലേസ് ചെയ്ത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് കരിയറിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ്, പ്രെഡിക്റ്റീവ് മോഡലിംഗ്, ക്ലൗഡ് അനലിറ്റിക്സ് പോലുള്ള പുതിയ ടെക്നിക്സും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു 2 to 3 years ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് അങ്ങനത്തെ സ്കിൽസ് മാൻഡേറ്ററി ആയിട്ട് ഡേറ്റ അനലിസ്റ്റ് ഫീൽഡിൽ എന്തായിരുന്നാലും വേണ്ടി വരുന്നതാണ്. ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ISTQB, CST പോലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ISTQBയിൽ ടു സ്റ്റാർട്ട് വിത്ത് നിങ്ങൾ ഫൗണ്ടേഷൻ ലെവൽ സർട്ടിഫിക്കേഷൻ എടുക്കുക, അതിനുശേഷം അഡ്വാൻസ് ലെവലൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ISTQBയുടെ ഡിഫറെൻറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ISTQB ഒരു ഡീറ്റെയിൽഡ് ആയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അജൈൽ, ഡെവോപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു
ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും, അതിനെക്കുറിച്ച് ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കും നല്ലതായിരിക്കും. ഡേറ്റ അനലിസ്റ്റിലാണെങ്കിലും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലായിരുന്നെങ്കിലും പ്രാക്ടിക്കൽ നോളജ് വളരെ മാൻഡേറ്ററി ആണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ നമുക്ക് സർട്ടിഫിക്കേഷൻസ് വെച്ചൊക്കെ നമ്മുടെ സ്കിൽ ഒരുവിധം പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഡേറ്റ അനലിസ്റ്റിൽ നമുക്ക് സർട്ടിഫിക്കേഷനൊക്കെയായിട്ട് ഉപരി പ്രാക്ടിക്കലായിട്ട് പ്രൊജക്റ്റുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തന്നെ വേണം. അത് നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ നല്ലൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് സോഫ്റ്റ്വെയർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എഡ്യൂർ ലേണിംഗിലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് പ്രോഗ്രാമിൽ ഏകദേശം 50ഓളം പ്രൊജക്ട്സ്, അതിൽ കൂടുതൽ പ്രൊജക്ട്സ് ഉണ്ടെങ്കിലുള്ളൂ, അതിൽ പ്രൊജക്ട്സിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലഭിക്കും. ലാസ്റ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ 100% കാൻഡിഡേറ്റ്സും പ്ലേസ്ഡ് ആയി എന്നത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി കരിയർ ട്രാജക്ടറി നോക്കുകയാണെങ്കിൽ ഡേറ്റ അനലിസ്റ്റും സോഫ്റ്റ്വെയർ രണ്ടും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു കരിയർ പാത്താണ്. തുടക്കത്തിൽ ഡേറ്റ അനലിസ്റ്റിന് പ്രധാന ജോലി ഡേറ്റ കളക്ട് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക, പിന്നെ ബേസിക് റിപ്പോർട്ട്സ് ഉണ്ടാക്കുക എന്നൊക്കെ ആണെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രഡിക്റ്റീവ് മോഡലിംഗ്, കോംപ്ലക്സ് ഡേറ്റ വിഷ്വലൈസേഷൻ, അങ്ങനെയുള്ള ബിസിനസ് സ്ട്രാറ്റജീസ്, അങ്ങനെയുള്ള ജോബ് റോൾസിലേക്കും ആക്കും. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡേറ്റ സയൻറ്റിസ്റ്റ്, അനലിറ്റിക്സ് മാനേജർ അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് മാനേജർ പോലുള്ള സീനിയർ പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നതാണ്. ഈ സമയത്ത് അവർക്ക് ടീമിനെ ലീഡ് ചെയ്യുക, ഡേറ്റ ഡ്രിവൻ ഇനിഷ്യേറ്റീവ്സ് പ്ലാൻ ചെയ്യുക, കമ്പനിയുടെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അവരെ ഡേറ്റയിലൂടെ സഹായിക്കുക എന്നൊക്കെയാവും പ്രധാന ജോലികളെന്ന് പറയുന്നത്. ഡേറ്റ അനലിസ്റ്റ് ഫീൽഡിൽ നമുക്ക് നോൺ കോഡിങ്, എക്സൽ, പവർ ബി ഐ ഒക്കെ വെച്ച് ഇനിഷ്യലി കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ നേടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോഡിങ് പോയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മേഖല, അതായത് ഫൈനാൻസ് ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും ഇ കൊമേഴ്സ് ആണെങ്കിലും ടെക്നോളജി കമ്പനീസിൽ എല്ലായിടത്തും ഡെഫിനറ്റ്ലി വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇനി ആ വേക്കൻസീസ് കൂടത്തേ ഉള്ളൂ, ഭയങ്കര ഗ്രോത്ത് ഓറിയൻറ്റഡും ആയിരിക്കും. സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിൻ്റെ കരിയർ ട്രാജക്ടറി നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സും കറൻറ്റ് സിനാരിയോയിൽ നല്ല ഗ്രോത്ത് ഉള്ള ഒരു കരിയർ പാത്ത് തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ ജൂനിയർ ടെസ്റ്ററായിട്ടോ ക്വാളിറ്റി അനലിസ്റ്റൊക്കെ ആയിരിക്കും കയറുന്നത്. അപ്പം ഒരു പ്രധാനമായിട്ട് നമുക്ക് ബേസിക് ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യുക, ഡിഫക്ട്സ് ഡോക്യുമെൻറ്റ് ചെയ്യുക, പിന്നെ ക്വാളിറ്റി അഷുറൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുക എന്നതൊക്കെയായിട്ട് ചെയ്യുന്നത്. മിഡ് ലെവൽ ടെസ്റ്റേഴ്സ് കുറച്ചുകൂടി കോംപ്ലക്സ് ടെസ്റ്റിംഗ് സിനാരിയോസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ്, പെർഫോമൻസ് വാല്യുവേഷൻ, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് പോലെയുള്ളവ. സീനിയർ ക്യു എ റോളിലൊക്കെ നമ്മൾ എത്തുമ്പോൾ ടെസ്റ്റിംഗ് ടീംസിനെ മാനേജ് ചെയ്യുക, ക്വാളിറ്റി അഷുറൻസ് സ്ട്രാറ്റജീസ് ഡിഫൈൻ ചെയ്യുക, പിന്നെ പ്രൊഡക്റ്റിൻ്റെ എക്സലൻസ് ഉറപ്പുവരുത്താനായിട്ട് ക്രോസ് ഫങ്ഷണൽ ടീമുമായിട്ട് വർക്ക് ചെയ്യുക എന്നതൊക്കെയാവും അവരുടെ ജോലി. നിങ്ങൾക്ക് കറൻ്റ്ലി മാനുവൽ ടെസ്റ്ററായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജൂനിയർ റോളാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് ഓട്ടോമേഷൻ ടെസ്റ്ററോ പെർഫോമൻസ് ടെസ്റ്ററോ സെക്യൂരിറ്റി ടെസ്റ്റർ പോലുള്ള ജോബ് റോളൊക്കെ മാറ്റാൻ പറ്റും. ആ മേഖലയിൽ ഹൈ സാലറീസും നല്ല ലീഡർഷിപ്പ് റോളിലും നല്ല ഗ്രോത്തൊക്കെ ലഭിക്കുന്നതാണ്. AI ഡ്രിവൺ ടെസ്റ്റിംഗ് ടൂൾസിൻ്റെയും ഡെവോപ്സ് പ്രാക്ടീസിൻ്റെയും വരവ് ടെസ്റ്റേഴ്സിൻ്റെ പുതിയ അവസരങ്ങൾ കറൻ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സീനിയർ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പൊസിഷൻ ലക്ഷ്യം വയ്ക്കുന്നവർക്ക് കണ്ടിന്യൂസ് ലേണിംഗ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സ്കിൽസ് എന്തൊക്കെ വേണമെന്ന് നോക്കി, കരിയർ പാത്ത് എന്താണെന്ന് നോക്കി, നമുക്കിനി രണ്ടിൻ്റെയും ട്രെൻഡ് എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രഡിക്റ്റീവ് മോഡലിംഗ്, റിയൽ ടൈം ഡാഷ്ബോർഡ്സ് പോലുള്ള പുതിയ കാര്യങ്ങൾ വന്നത് ഡേറ്റ അനലിറ്റിക്സ് എന്ന ഫീൽഡ് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ്സുകൾ ഹ്യൂജ് ഡേറ്റ സെറ്റ്സ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്ലൗഡ് ബേസ്ഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം കൂടുതലായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് അനലിസ്റ്റിന് ആക്ഷനബിൾ ഇൻസൈറ്റ്സ് റിയൽ ടൈമിൽ കൊടുക്കാൻ സാധിക്കുന്നു. കമ്പനികൾക്ക് അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റീസ് കൂടുതൽ വേണ്ടതുകൊണ്ട് മെഷീൻ ലേണിംഗ്, AI, ബിഗ് ഡേറ്റ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്കിൽസ് ഉള്ള ഡേറ്റ അനലിസ്റ്റർക്ക് ഡിമാൻഡ് കൂടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസിൽ, ടെക്നിക്കൽ സ്കിൽസ് നമുക്ക് AI ടൂൾസിൽ കറൻറ്റ്ലി ഒരു സിനാരിയോ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് സോഫ്റ്റ് സ്കിൽസിൽ കുറച്ചും കൂടെ ഊന്നൽ നൽകുന്നത് ബെറ്റർ ആയിരിക്കും. അതായത് സ്റ്റോറി ടെല്ലിങ്ങിലും മാത്തമെറ്റിക്കലി പ്രോബ്ലം സോൾവ് ചെയ്യാനും സ്ട്രാറ്റജിക്കലി ഡിസിഷൻസ് ബിൽഡ് ചെയ്യാനും ഇൻസൈറ്റ്സും ട്രെൻഡ്സും ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കറൻ്റ്ലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് രംഗത്ത് മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ AIയും പിന്നെ ഡെവോപ്സ് ഇൻ്റഗ്രേഷനൊക്കെയാണ്. അങ്ങനത്തെ ഇൻ്റഗ്രേഷൻ എന്നോടെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഫീൽഡ് വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ടെസ്റ്റിംഗ് എന്ന പരിപാടി ഇപ്പോൾ ഒരു സാധാരണ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓട്ടോമേറ്റഡ് ഫ്രെയിം വർക്ക്സ്, പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂൾസ്, പിന്നെ AI വെച്ചുള്ള ടെസ്റ്റിംഗ് ടെക്നോളജീസ്, ഇതിലൊക്കെ നല്ല കഴിവുള്ള ടെസ്റ്റേഴ്സിന് ഇപ്പോൾ മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണുള്ളത്. അതുപോലെ സൈബർ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്നതും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പുതിയ മേഖലയാണ്. ഈ പുതിയ ട്രെൻഡ്സൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പ്രൊഫഷണൽസിന് നല്ല ശമ്പളം വാങ്ങാനും പ്രത്യേകം തരം റോൾസ് ഏറ്റെടുക്കാനും അതുവഴി പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയിലും കമ്പനിയുടെ വിജയത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. ഇനി ഇവരുടെയും വർക്ക് ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ അനലിസ്റ്റിന് പലപ്പോഴും ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെൻറ്റ് കിട്ടാറുണ്ട്. അതായത് റിമോട്ടായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഓഫീസിലും വീട്ടിലുമായി ഹൈബ്രിഡ് മോഡലോ ജോലി ചെയ്യുന്ന സൗകര്യം ഇവർക്ക് ലഭിക്കാറുണ്ട്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് നല്ലപോലെ ആലോചിച്ച് ചെയ്യേണ്ട ഒന്നാണ്. പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റിയും
കിട്ടുന്ന ഡേറ്റയെ പുതിയ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഇന്നോവേഷനും ആവശ്യമാണ്. അനലിസ്റ്റിന് പലപ്പോഴും ഒന്നിലധികം പ്രൊജക്റ്റിൽ ടൈറ്റ് ഡെഡ് ലൈൻസിൽ ഒരേ സമയം വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നതിനോടൊപ്പം ബിസിനസ് കമ്മ്യൂണിക്കേഷനിലും ഒരുപോലെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവർക്ക് വരുന്നുണ്ടായിരിക്കാം. വർക്ക് ലോഡ് ചിലപ്പോൾ ഡിമാൻഡിങ് ആണെങ്കിലും പലതരം പ്രൊജക്ട്സ് ചെയ്യാനും സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കമ്പനിയുടെ ഭാഗമാകാനും കമ്പനിയുടെ സക്സസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനൊക്കെ അവർക്ക് അവസരം കിട്ടും. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് തോന്നുന്നത് നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ അവസരം കിട്ടും. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കും. നമുക്ക് പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും ഗ്രോ ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റർ സാധാരണ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ കൂടെ സ്ട്രക്ചർ ഡെഡ് ലൈൻ ഡ്രിവൺ എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യാറ്. മാനുവൽ ടെസ്റ്റിംഗ് ചിലപ്പോൾ റിപ്പീറ്റേറ്റീവ് ആകാം, അതുകൊണ്ടൊരു മടുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉപയോഗിച്ചാൽ ഈ മൊണോട്ടണി കുറയ്ക്കാനും എഫിഷ്യൻസി കൂട്ടാനും സാധിക്കും. QA റോൾസിന് അറ്റൻഷൻ ടു ഡീറ്റെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മെത്തഡോളജിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസും വേണം. ഇത് കുറച്ച് ചലഞ്ചിങ് ആണെങ്കിലും സോഫ്റ്റ്വെയർ ഒരു കുഴപ്പവുമില്ലാതെ ഫ്ലോലെസ്ലി ഫംഗ്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ് എന്തായാലും വലുതാണ്. യൂസേഴ്സിന് നല്ല യൂസർ എക്സ്പീരിയൻസ് നൽകുന്ന റിലയബിൾ പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യുമ്പോഴാണ് ടെസ്റ്റേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതുകൂടാതെ ഓട്ടോമേഷൻ, പെർഫോമൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് പോലുള്ള ഏരിയാസ് സ്പെഷ്യലൈസ് ചെയ്ത് കരിയറിൽ അഡ്വാൻസ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. നമ്മൾ ഇതുവരെ ഡേറ്റ അനലിസ്റ്റ് ജോബ് റോൾ എന്താണ്, അവർക്ക് സ്കിൽ എന്തൊക്കെ വേണമെന്ന് വളരെ കരിയർ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് അതിൻ്റെ സാലറി ഇൻസൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഈ രണ്ട് ഫീൽഡിലും ഒട്ടും മോശമില്ലാത്ത സാലറി ഉണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസും ലൊക്കേഷൻ സ്പെഷ്യലൈസേഷൻസും ഒക്കെ അനുസരിച്ചിട്ട് ഇതിന് മാറ്റം വരാനുള്ള പോസിബിലിറ്റീസ്. ഡേറ്റ അനലിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു 2.8 lakh മുതൽ 4 lakh വരെയാണ് മെട്രോസിലൊക്കെ ജോബ് ലഭിക്കുന്നത്. ഒരു സീനിയർ പോസ്റ്റിലോട്ടൊക്കെ പോകുമ്പോൾ അതൊരു 25 to 40 lakhs വരെയൊക്കെ സാലറി ലഭിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്നാൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്ററിന് ഇത് ഏകദേശം 2.8 lakhs to 4.2 lakhs ഒക്കെ ഫ്രഷർ സാലറി. മിഡ് ലെവലൊക്കെ എത്തുമ്പോൾ അവർക്ക് ഒരു 8 lakhs to 20 lakhs, സീനിയർ ലെവൽ പൊസിഷനിൽ 20 lakhs to 35 lakhs വരെയൊക്കെ അവർക്ക് സാലറി ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. എന്നാലും കൂടുതൽ സീനിയർ ലെവലിലേക്ക് പോകുമ്പം ഗ്രോത്ത് പൊട്ടൻഷ്യലും ട്രെൻഡ് വൈസ് ഒക്കെ ബെറ്റർ ആയിട്ടുള്ളത് ഡേറ്റ അനലിസ്റ്റാണ്. പ്രത്യേകിച്ചും അഡ്വാൻസ് അനലിറ്റിക്സിൽ AI അല്ലെങ്കിൽ ബിഗ് ഡേറ്റ പോലുള്ള കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്താൽ ഡെഫിനറ്റ്ലി സാലറി കൂടുമെന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. ദെൻ ഡേറ്റ അനലിസ്റ്റ് ആണുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഡിമാൻഡ് ഉള്ളതാണ്. കമ്പനിയുടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ ഭാഗമാകാൻ അവസരം കിട്ടും എന്നുള്ളതാണ്. ജോലി സമയത്തിൽ ഡെഫിനറ്റ്ലി ഫ്ലെക്സിബിലിറ്റി കിട്ടും. പുതിയ ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, തലപുകഞ്ഞ് വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഡേറ്റ അനലിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് പുതിയ ടൂൾസിനെ കടന്നു വരും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എപ്പോഴും അപ്സ്കില്ലായിരിക്കാൻ റെഡി ആയിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഉപയോഗിച്ചൊരു ടൂൾ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ അതിൻ്റെ UI UX ഡിസൈനൊക്കെ മാറി. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പുതിയൊരു ടൂളിലോട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ആ ഒരു ചലഞ്ചസ് ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് നിങ്ങൾക്ക് ഡേറ്റ അനലിറ്റിക്സ് ബെറ്റർ ആയിരിക്കും. സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന നിലയിൽ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ വളരെ വൈറ്റൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. ഓട്ടോമേഷൻ, പെർഫോമൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്യുന്നവർക്ക് കരിയർ പ്രോസ്പെക്ട്സിനെ ഏണിംഗ് പൊട്ടൻഷ്യലിനെയും എൻഹാൻസ് ചെയ്യും. QA റോളിൽ ഒരു ക്ലിയർ കരിയർ പ്രോഗ്രഷൻ ഉണ്ട്. ഒരു ജൂനിയർ ടെസ്റ്ററായി തുടങ്ങി സീനിയർ QA മാനേജർ അല്ലെങ്കിൽ ടെസ്റ്റ് ആർക്കിടെക്റ്റ് വരെ ആകാൻ സാധിക്കും. ഒരു സ്ട്രക്ചേർഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുക. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലത്തെ ടെസ്റ്റിംഗ് തന്നെ വീണ്ടും ചെയ്യേണ്ടി വരുന്നതും ചെറിയ കാര്യങ്ങൾ പോലെ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്, പിന്നെ എപ്പോഴും പുതിയ ടൂൾസും ടെക്നോളജിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതുമാണ്. സോ ഇനി നമുക്ക് കൺക്ലൂഷൻ എത്താം. നമുക്ക് ഈ വീഡിയോ ഡേറ്റ അനലിസ്റ്റ് എടുക്കണം, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്ത്സ്, ഇൻട്രസ്റ്റ്, പിന്നെ ലോങ് ടൈം എക്സ്പീരിയൻസ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ ഏത് കരിയർ തിരഞ്ഞെടുക്കണമെന്നുള്ളത്. നിങ്ങൾക്ക് ഡേറ്റ അനലൈസ് ചെയ്യാനും ട്രെൻഡ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാനും സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ അനലിറ്റിക്സ് എന്ന കരിയർ നിങ്ങൾക്ക് കൂടുതൽ ഫുൾഫില്ലിംഗ് ആയിരിക്കും. മറുവശത്ത് നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് പ്രോബ്ലം സോൾവിങ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്, പിന്നെ മെറ്റിക്കുലസ് ആയി ഡീറ്റെയിൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ ഐഡിയൽ ചോയ്സ്. എൻ്റെ പേഴ്സണൽ സജഷൻ, നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് നോൺ കോഡിംഗ് ജോബ് റോൾസ് ആണ് താല്പര്യം, ഡെഫിനറ്റ്ലി ഡേറ്റ അനലിറ്റിക്സിലോട്ട് പോകുക. നോൺ കോഡിംഗ് ജോബ് റോൾസ് പ്ലസ് ബിസിനസ്സിലോട്ട് താല്പര്യം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഡേറ്റ അനലിറ്റിക്സിലോട്ട് പോകുക. അല്ല നോൺ കോഡിംഗ് പ്ലസ് കുറച്ച് കോഡിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലേക്ക് പോകുന്നതാണ്. സോ ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കുറിച്ചും ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.